ശ്രീ VPP മുസ്തഫ, ഇവിടെ ഈ ഫയൽ നീക്കത്തിന് അതിവേഗ ബഹുദൂരം എന്ന് പറയുന്ന പോലെ വളരെ ചടപടയെന്നായിരുന്നു ആ ഫയൽ നീക്കം. പെട്ടെന്ന് കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ ജനുവരി 29 മുഖ്യമന്ത്രി ഓഫീസിലേക്ക് എത്തുന്നു, 31 തീർപ്പാകുന്നു, വളരെ പെട്ടെന്ന് വിജ്ഞാപനം, കാര്യം നടപ്പിലായി. ഒരു ഫയലാണല്ലോ, ഓരോ ഫയലും ഓരോ ജീവിതം എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. ശ്രീ VP മുസ്തഫ, ഇവിടെ ഏറ്റവും ഒടുവിൽ വന്ന കണക്ക് പ്രകാരം 7 ലക്ഷം ജീവിതങ്ങൾ, 7 ലക്ഷം ഫയലുകൾ പല വകുപ്പുകളിൽ കെട്ടിക്കിടക്കുകയാണ് അവിടെ. അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത ഈ പറയുന്ന ഒരു ആനുകൂല്യം ഈ മദ്യ കച്ചവടക്കാരുടെ ഫയലിന് എന്തിനാണ് ശ്രീ മുസ്തഫ? അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവിടെ കാണേണ്ടത് എത്രയോ കാലമായിട്ടുള്ള ബാറുടമകളുടെ ആവശ്യം, അത് എത്രയോ തവണ ഫയലായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ഇത് ആദ്യത്തെ ഒരു ആവശ്യം, പെട്ടെന്നൊരാവശ്യമായിട്ട് വന്നു ബാറുടമകൾ, ഉടനെ ഒരു ഫയൽ വന്നു, ഉടനെ അതിൽ തീരുമാനമുണ്ടായി. അങ്ങനെയല്ല എന്ന് ഹാഷ്മിക്ക് അറിയാം. ഹാഷ്മി ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ പറയുന്നില്ല. അതെ, അപ്പൊ ഈ ആവശ്യം, ബാറുകളുടെ കേരളത്തിലെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കണം എന്നുള്ള ആവശ്യം എത്ര കാലമായിട്ട് കേരളത്തിലെ ബാർ ഉടമസ്ഥകൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എത്ര തവണ ഏതെല്ലാം സർക്കാരുകളുടെ കാലത്ത് അത് ഫയലായിട്ട്. അല്ലല്ല ശ്രീ മുസ്തഫ, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. ഈ സെപ്റ്റംബറിലാണ് നിവേദനം, ഒക്ടോബറിൽ മുന്നോട്ട് പോക്ക്, ഡിസംബറിൽ പിന്നെയും മുന്നോട്ട് പോക്ക്, ജനുവരി മുഖ്യമന്ത്രി, കഴിഞ്ഞു എത്ര മാസം? ഞാൻ അതാ പറഞ്ഞത്, 7 ലക്ഷം ഫയല് ഒന്നും ആവാതെ കിടക്കുക പാവങ്ങളുടെ. ഞാൻ ഹാഷ്മിയോട് ചെറിയ റിക്വസ്റ്റേ നടത്തുന്നുള്ളൂ. നിങ്ങൾ നികുതി വകുപ്പാണല്ലോ, വകുപ്പാണ് ഈ എക്സൈസ് കൈകാര്യം ചെയ്യുക. ഒരൊറ്റ വിവരാവകാശ നിയമം നിങ്ങളുടെ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ കൊണ്ട് വിവരാവകാശ നിയമപ്രകാരം ഇങ്ങനെ ഒരു ആവശ്യം സർക്കാരിന് മുമ്പാകെ വരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, ഈ ആവശ്യത്തിനു മേൽ എത്ര തവണ ഫയലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നേരത്തെ ആ ഫയലുകളിൽ എടുത്തിരുന്ന തീരുമാനം എന്താണ്, ഏതൊക്കെ തവണ മദ്യ നയം തയ്യാറാക്കുമ്പോൾ, ഓരോ വർഷത്തെയും മദ്യനയം തയ്യാറാക്കുമ്പോൾ അതിൻ്റെ മിനിറ്റ്സുകളിൽ എത്ര തവണ ഈ കാര്യം വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഈ സെപ്റ്റംബറിലും നവംബറിലൊന്നും അല്ല ഹാഷ്മി, ഇത് എത്രയോ ദീർഘകാലമായിട്ടുള്ളൊരു ആവശ്യമാണ്. ഞാൻ 2 വർഷം അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി MV ഗോവിന്ദ മാഷിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നതാണ്. ആ 2 വർഷത്തെയും മദ്യനയത്തിന്റെ ചർച്ചകളിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ മദ്യ വ്യവസായ മുതലാളിമാരുണ്ട്, മദ്യ ജീവനക്കാരുണ്ട്, മദ്യവിമുക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമല്ലായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളാണ്. ആ സമയത്തെ ഈ ആവശ്യങ്ങളുണ്ട്, അന്നും ഇത് ഫയലായിട്ടുണ്ടായിരുന്നതാണ്, ചർച്ചകളിലൂടെ പോയിട്ടുള്ളതാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ആ സമയങ്ങളിൽ അത് പലതരത്തിലുള്ള ചർച്ചകൾക്ക് വേണ്ടി നീക്കിവെച്ച് അന്ന് അന്തിമ തീരുമാനമാകാത്തത് കൊണ്ട് മാറ്റിവെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. അല്ല ശ്രീ മുസ്തഫ, ഞാൻ ഏതൊക്കെ തരത്തിലുള്ള സമവായത്തിലേക്ക് എത്താൻ രാജ്യത്തിന്റെ പേരിട്ട് വിളിക്കുന്ന ഒരു ചേട്ടനുള്ള സുനിൽ എന്ന് പറയുന്ന പേര്, അദ്ദേഹത്തിന് മൊത്തം പേര് ആ പേര് ഞാൻ പറയുന്നുമില്ല. സുനിൽ അടക്കമുള്ളവർ കൊടുത്ത നിവേദനം സെപ്റ്റംബറിലാണ്. അത് രേഖാപരമുള്ള സാധനമല്ലേ, അതിലുള്ള ഫയൽ നീക്കം രേഖാപരമല്ലേ? അപ്പൊ അത് ഏതോ കാലത്തോടെ നിവേദനം അങ്ങേക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക മുസ്തഫ? ഞാൻ അവിടെ ഇരുന്നത് കൊണ്ടാണെന്നേ. ഇതേ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന സുനിൽ എന്ന് പറയുന്ന ബാർ ഉടമസ്ഥാ സംഘത്തിന്റെ സംഘടനയുടെ പ്രസിഡന്റ്, അതിന്റെ സെക്രട്ടറി ബിനോയ് ജോസഫ്, അങ്ങനെയുള്ള ആളുകളെല്ലാം വന്ന് അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിക്കും നിവേദനം കൊടുത്തിട്ടുണ്ട്. ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കണം. അവരാവശ്യപ്പെട്ടത് രാവിലെ 9 മണി മുതൽ രാത്രി 12 മണി വരെ എന്നൊക്കെയുള്ളതാണ്. ഇതെല്ലാം അന്നത്തെ ഫയലുകളിലുണ്ട്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. താങ്കൾക്ക് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ രേഖകളെല്ലാം സെക്രട്ടേറിയറ്റിലെ നികുതി വകുപ്പിലുണ്ട്. അതുപോലെ നന്ദാപുരത്ത് എക്സൈസ് ഡയറക്ടറേറ്റ് കമ്മീഷണറേറ്റ് ഓഫീസിലുണ്ട്. നിങ്ങൾ വിവരാവകാശ നിയമം കൊടുത്താൽ ഈ ബാക്ക് ഫയൽ എല്ലാം കിട്ടും. ആ ബാക്ക് ഫയലുകളിലൂടെ പോകൂ. അവിടെയും നിങ്ങൾ ഈ പറഞ്ഞ അന്നും ഇതേ സുനിൽ തന്നെയാണ് അന്നത്തെയും പ്രസിഡന്റ്. 2021 അന്നും കാണാം ഈ ഫയല്. 2011-16 UDF ഗവൺമെന്റിന്റെ കാലത്ത് അന്നും കാണും ഈ ആവശ്യങ്ങൾ. അതുകൊണ്ട് ഞാനത് പറയാല്ലേ. പക്ഷെ ഇവിടെ പറഞ്ഞു വന്നത് എന്താ, LDF യാതൊരു പരിശ്രമവും നടത്തുന്നില്ല അവരുടെ വാക്ക് പാലിക്കാൻ മദ്യവർജനത്തിന് വേണ്ടി. നിങ്ങൾ നോക്ക്, കേരളത്തിൽ ഒരു എക്സൈസ് ഒരു ബാറിന്റെ വാർഷിക ഫീസ് എത്രയാ? 2016 ഈ 29 ബാർ മാത്രമേ ഉണ്ടാകുമ്പോൾ ഹാഷ്മി അത് 10 ലക്ഷത്തിൽ താഴെയായിരുന്നു. ഇപ്പൊ അത് 35 ലക്ഷം രൂപയാണ്. ഓരോ വർഷവും, ഒരു വർഷത്തേക്കല്ല കേട്ടോ, ഓരോ വർഷവും 35 ലക്ഷം രൂപ വെച്ചിട്ട് അടക്കണം ഓരോ വർഷവും. എത്രയാണ് കർണാടകത്തിൽ? ഇവിടെ അനൂപ് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വലിയ ഇരട്ടത്താപ്പാണ്, കോൺഗ്രസ് ഭയങ്കര മദ്യവർജനമാണ്. അവർ ഭരിക്കുന്ന കർണാടകത്തിൽ 4 മുതൽ 10 ലക്ഷം രൂപ വരെ വിവിധ സ്ലാബുകളാക്കിയിട്ട് 4 മുതൽ 10 ലക്ഷം രൂപ വരെയുള്ളൂ. 5500 ബാറുകളാണ് കർണാടകത്തിൽ പ്രവർത്തിക്കുന്നത്. 5500 ബാറുകൾ. അവര് ഭരണത്തിലുള്ള തെലങ്കാനയിൽ
എത്രയാ? ബാറുകളുടെ എണ്ണം 2200-ലേറെയാണ്. എത്രയാ അവിടെ ലൈസൻസ് ഫീസ്? 10 ലക്ഷമാണ്. കേരളത്തിലോ 2016 ഞങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്നത് 3 ഇരട്ടി വർദ്ധിപ്പിച്ച് 35 ലക്ഷം രൂപയാക്കി. ഈ കഴിഞ്ഞ ഓരോ വർഷവും അത് വർദ്ധിപ്പിച്ചു. 2021 വരുമ്പോൾ 29 ലക്ഷമാണ് ഉണ്ടായത്. ഈ 5 വർഷം കൊണ്ടാണ് അത് 35 ലക്ഷത്തിലേക്ക് എത്തിച്ചത്. എന്തിനാ ബാറിന്റെ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുന്നത്? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വരുമാനം കൂട്ടുക മാത്രമല്ല, ഉയർന്ന ഫീസ് ഓരോ വർഷവും അടക്കേണ്ടി വരുമ്പോൾ ഈ വ്യവസായത്തിലേക്ക് വരാനുള്ള താല്പര്യം സംരംഭകരിൽ കുറക്കുക. ഇതാണ് കാഴ്ചപ്പാട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി ഒരു ബാർ കേരളത്തിൽ തുടങ്ങണമെങ്കിലോ, കർണാടകത്തില് കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് വേണമെങ്കിൽ ഒരു ചെറിയ തട്ടുകട തുടങ്ങിയാൽ നിങ്ങൾക്ക് 4 ലക്ഷം രൂപ അടച്ചാൽ ബാർ ലൈസൻസ് കിട്ടും. കേരളത്തിൽ ഒരു ബാർ ലൈസൻസ് ഫീസ് വർധനമുള്ളതുകൊണ്ട് എന്തൊരു വാദമാണ് ശ്രീ മുസ്തഫ. ലൈസൻസ് ഫീസ് വർധന കൊണ്ട് ആ വ്യവസായത്തിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരു നിക്ഷേപകന്റെ പേര് പറയാവോ? ലൈസൻസ് ഫീസ് കൂട്ടിയത് കൊണ്ട് ഇവിടെ കള്ളുകച്ചവടം കുറയുവാണോ? കേൾക്കാനുള്ള എന്ത് വാദമാണ് മുസ്തഫ? അങ്ങനെ പറയല്ലേ. അതുകൊണ്ട് ഞാൻ തികച്ചും കേൾക്കാത്തോണ്ടാണ്. ഇഷ്ടം പോലെ കോടികളുള്ളവരാണ് മദ്യമുതലാളിമാർ. അവർക്ക് 35 ലക്ഷം ഒന്നും ഒരു പണമല്ല. അത് മദ്യം വിറ്റ് അവർ ഉണ്ടായിക്കോളും. ഞാൻ പറയുന്നത് തികച്ചും കേൾക്കാനുള്ള ക്ഷമ താങ്കൾക്ക് എപ്പോഴും ഉണ്ടാവാറില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ച മാത്രമല്ല, പിന്നെ ചെയ്ത കാര്യം എന്താ? കേരളത്തിൽ ഒരു ബാർ ലൈസൻസ് കിട്ടണമെങ്കിൽ 3 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലാകണം ഏറ്റവും മിനിമം. 3 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു ഹോട്ടൽ നിർമ്മിക്കാൻ കേരളത്തിൽ ഇപ്പോ നിർമ്മാണ സാമഗ്രികൾക്കുള്ള വില, കേരളത്തിൽ നിർമ്മാണ മേഖലയിലെ കൂലി നിരക്കുകൾ, കേരളത്തിൽ ഈ കെട്ടിട നിർമ്മാണ രംഗത്തെ പിന്നെ നിലവിലുള്ള അവസ്ഥ ഇത് വെച്ച് നോക്കിയാൽ 3 സ്റ്റാർ 25 മുറികൾ മിനിമം 25 മുറികളുള്ള 3 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ബാർ ഹോട്ടലാകണം ബാറിന് ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ. അതിനെന്നിട്ട് ഈ പറഞ്ഞ 3 സ്റ്റാർ പിന്നെ പദവി കിട്ടണം. അത് കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം വകുപ്പാണ് കൊടുക്കേണ്ടത്. മിനിമം ഒരു 8 കോടി മുതൽ 10 കോടി രൂപ വരെ വരണം ഈ ഇങ്ങനെ പറയുന്ന ഒരു ഹോട്ടൽ നിർമ്മിക്കാൻ. ഇതൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിയ നിബന്ധനകൾ? അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും 880. അതുകൊണ്ട് ബാറുകൾ പൂട്ടിപ്പോയോ? കേരളത്തിൽ 880 ഉള്ളൂ. ഇത്തരം കാര്യങ്ങളില്ല കേരളത്തിൽ ഇപ്പോ. അതുകൊണ്ട് 880 ഉള്ളൂ. അതേസമയം ഈ ഞങ്ങളിൽ ഇരട്ടത്താപ്പ് ആരോപിക്കുന്ന വലിയ ഗാന്ധിയന്മാർ ഭരിക്കുന്ന കർണാടകത്തിൽ 5500, ആ ഗാന്ധിയന്മാർ ഭരിക്കുന്ന തെലങ്കാനയിൽ ഈ സംസ്ഥാന വിഭജനത്തിന് ശേഷം ആന്ധ്രയുടെയും തെലങ്കാനയുടെയും ജനസംഖ്യ കേരളത്തെ അപേക്ഷിച്ച് എത്ര ഉണ്ടെന്നും കൂടി നോക്കിക്കോ. അവിടെ 2500, ആന്ധ്രയിൽ 4000-ലേറെ. നിങ്ങൾ നോക്ക്, ഇതാ സാഹചര്യം. അവിടെയെല്ലാം ഈ പറഞ്ഞ രീതിയിൽ വളരെ ഉദാരമായി കൊടുത്തിട്ട് ഈ ഗാന്ധിയന്മാർ ഭരിക്കുക. എന്നിട്ട് ഞങ്ങളോട് വന്നിട്ട് പറയുന്നത് ഏതെല്ലാം വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെടാതല്ലാത്തത്? ശബരിമല പറഞ്ഞു. രമേശ് ചെന്നിത്തലയല്ലേ സുപ്രീം കോടതി വിധി ആദ്യം സ്വാഗതം ചെയ്തത്, സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്? ആ പിന്നെയല്ലേ മാറ്റിയത് നിലപാട്? അനൂപേ, ആർക്കാ ഇരട്ടത്താപ്പ്? നിങ്ങൾ ഓരോ വിഷയത്തിലും നിങ്ങൾ എടുത്തു നോക്കിക്കോ. അങ്ങനെ നിങ്ങളല്ലേ ഇരട്ടത്താപ്പിന്റെ ആശാന്മാർ. കോൺഗ്രസിനല്ലേ ആ നിലപാടുള്ളത്. നിങ്ങളുടെ UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വ്യവസായം ഏതായിരുന്നു? മദ്യവ്യവസായമല്ലേ? ബാർ ഉടമയല്ലേ അടൂർ പ്രകാശ്? ഇന്ന് വരെ അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ടോ? ഒരു ബാർ ഉടമയെ പിടിച്ചിട്ട് UDF-ന്റെയും കോൺഗ്രസിന്റെയും കൺവീനറും ഇടതുപക്ഷത്തെ ആക്ഷേപിക്കാൻ വരികയാണോ? നിങ്ങളുടെ വൈകിട്ട് ഈ പറഞ്ഞ 25 മുറിയാണെന്നൊക്കെ പറയുമ്പോൾ വൈകിട്ട് 2 അടിക്കാൻ മാറി പോകുന്നു. ഇതിന് 25 മുറിയുണ്ടോ എന്നൊക്കെ നോക്കിയാണ് കള്ളുപിടിക്കാൻ പോകുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഒന്ന് പറ. ശരി. മാത്രമല്ല കെട്ടിട നികുതി കൂട്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന കോൺക്രീറ്റിന്റെ വില കൂടി, മണ്ണിന് കമ്പിക്ക് മണലിന് വില കൂടി, അതുകൊണ്ട് ബാറ് കുറയും എന്നൊക്കെയുള്ള വാദം ഞാൻ ആദ്യമായിട്ട് കേൾക്കാം മുസ്തഫ. എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അത് മനസ്സിലാക്കിയെടുക്കുന്നതിൽ എന്റെ പോരായ്മയാണെന്ന് അറിഞ്ഞുകൂടാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.